ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കോളിഫ്ലവറും കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റിലെ നമുക്ക് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പം കോളിഫ്ലവറൊക്കെ പുഴുങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ. പിന്നെ എണ്ണയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫസ്റ്റ് കടുകൊക്കെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മളെന്തായാലും പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. അതെനിക്ക് 100% ഉറപ്പായിരിക്കും. അതെന്തെങ്കിലുമൊക്കെ എസെൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളൊക്കെ ചേർക്കും. പിന്നെ കാഷ്യൂനട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുമല്ലോ, അപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കടുവൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല കുനുകുന അരിഞ്ഞതുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ടര അത്യാവശ്യം വലിപ്പമുള്ള 2.5 സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വാടി വരാനെ കൊണ്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. വേറെ പല രീതിക്കും വെക്കുന്നവരുണ്ട്, കുഞ്ഞുള്ളിയൊക്കെ യൂസ് ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ പക്ഷേ സവോളയാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം സവോളയൊക്കെ വഴണ്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ തക്കാളിപ്പഴവും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ, ആ പച്ചമണമൊക്കെ മാറി ഒന്ന് സെറ്റായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വീഡിയോ എടുക്കലും പാചകവും നല്ലൊരു ടാസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും ഞാൻ നന്നായിട്ട് പിടിച്ച് നിന്ന് ചെയ്യാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരിഞ്ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ പെരിഞ്ജീരകം. മറ്റേ മസാലപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേശം മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സംഭവം ഇതൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് അടിയിൽ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് വരും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ. ഇത് കാശ്മീരി ചില്ലി നന്നായിട്ട് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കാഷ്യൂനട്ടൊക്കെ ഇട്ടും അല്ലാതെ ഇതൊക്കെ അരച്ചും വെക്കുന്നവരുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം വേറൊരു ടേസ്റ്റ് കേട്ടോ ഗ്രേവിക്ക്. പിന്നെ നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോളിഫ്ലവറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ അത്രേ വേവിച്ചിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിക്കവാറും എല്ലാവരും ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ 2 യൂസ് ചെയ്യും, അങ്ങനൊന്നുമില്ല. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്കിവിടെ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോളിഫ്ലവറിൽ മാത്രമല്ലേ ഉപ്പിട്ട് വേവിച്ചത്, പക്ഷേ സവോളയിലും കുറച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഉപ്പിൻ്റെ ഒരളവ് കുറവായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സെറ്റായി നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. മല്ലിയില ഇതിൽ ഇട്ട് കറി വെക്കുന്നവരും ഉണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റേ ഇടുന്നുള്ളൂ കേട്ടോ മല്ലിയില. ഞാൻ ഇതിൽ കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ യൂസ് ചെയ്യുന്നവരും ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ മല്ലിയില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് എന്തോ മല്ലിയിലോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഒരു ഉപ്പൊക്കെ കുറവുണ്ടായിരുന്നു, അപ്പം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു കുറുകി വന്നിട്ടുണ്ട്. എന്നാലും കുറേ നേരം കൂടി ഇരിക്കട്ടെ കേട്ടോ. നമ്മുടെ ആ കോളിഫ്ലവറിലേക്ക് ഈ ഉപ്പായാലും എരിവൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണ്ടേ. ഓൾറെഡി അത് വെന്തതാണ്, എന്നാലും കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവണ്ടേ. അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കോളിഫ്ലവർ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറേ മല്ലിയില വാരി ഇടുന്നുണ്ട്. പിന്നെ ചോറൊക്കെ കഴിക്കാൻ കേട്ടോ. ഉച്ച സമയമായി. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കുക്കൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് സമയമായി. പിന്നെ ഞാൻ കഴിച്ചു നോക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയ്ക്ക് നന്നാവുമെന്നൊന്നും ഞാൻ കരുതിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഉള്ളിക്കറിയുടെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും എന്ന് കരുതി ഞാൻ വെക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.